എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. ഞാൻ ഒരു കഥ சொல்ல പോறேன். അസി റോക്കി എന്നാണ് എന്റെ പേര്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാൻ ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. ഞാനൊരു 4ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഹാർലി ഡേവിഡ്സൺ, ഹയാബൂസ, BMW, ജിപ്സി, അങ്ങനെ ഒരു 5 കാറ് 4 ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇഷ്ടമുള്ള ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ പകച്ചുപോയി എന്റെ ബാല്യം. ഡ്രസ്സിന് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് പോകും. ഞാൻ ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളുമാണ്. അതുപോലെ ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കൾ ഈ സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഞാനൊരു 10 കോടി രൂപയെങ്കിലും മുടക്കിയാണ് പഠിച്ചത്. എന്താണ് എന്റെ ജീവിതമാണ് പഠിച്ചത്. പണം എനിക്കൊരു പ്രശ്നമല്ല. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? വംശനാശം. ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം കാര്യം ഞാൻ നല്ല ബിസിനസ്സുകാരനാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 റിസർവ് ബാങ്ക് ആണോ 3? അതെ. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ മാഡത്തിനോട്. എന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എന്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എന്റെ ബാത്റൂം ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ് എനിക്ക്. ഞാൻ വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടല്ലേ? അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. എനിക്കൊരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു 7000-8000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ. ഫുള്ള് ഗ്ലാസ് വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ജ്യൂസ്, അവിടെ നിന്ന് ഇരിക്കുമ്പോൾ കറച്ചി ടവല്, അവിടെ നിന്ന് ചായ, ഒരു 5-6 മാൻ പവറിലാണ് ഓടുന്നത്. മാൻ പവറിലോ? കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി, അതാണ് ഈ മാൻ പവർ ബ്ലോക്ക് ആക്കി. അച്ഛന് എൻ്റെ 5 വയസ്സ് മുതൽ ഞാൻ കരാട്ട പഠിച്ചിട്ടുണ്ട്. എൻ്റെ 5-6 വയസ്സ് മുതൽ ഞാൻ കളരിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട്. എൻ്റെ മാമ നിങ്ങളുണ്ടല്ലോ എന്തൊരു തള്ളാണ് ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുള്ള ഈ സീസണിലായി പോയി. നിങ്ങളെല്ലാരും നീ ആനയെടുത്ത് കളിച്ചോണ്ടിരുന്നോ?